Good afternoon, everyone. Good afternoon, ma'am. Good afternoon, ma'am. Yeah, good afternoon. Okay. So let's start today's class. Starting with prayer. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവബുദ്ധിയും വിവേകവും തരണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കരാലയം നമുക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സുഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു മിസ്. Okay. Then quote. You have to dream before your dream can come true. APJ Abdul Kalam. Okay. Signing. Ma'am, sign in. ഇന്ന് പി ഭാസ്കരന്റെ മഴമുകിൽ പെൺകൊടി എന്ന് പറയുന്ന ഒരു കവിതയുടെ 4 വരികൾ പാടുകയാണ്. ഒരു കുടം തണ്ണീരുമൊക്കത്തു വച്ചൊര കരിമുകിൽ പെൺകൊടി എങ്ങു പോയി. പുലരി കങ്ങു വെള്ള വിരിച്ചപ്പോൾ പുറമേക്കു പോയതാണിന്നവതം. അവിടെ പടിഞ്ഞാറെ പൊയ്കയിൽ പോയി വരാൻ ഇനി എത്ര നേരം അവൾക്കു വേണം. ഇടിമിന്നൽ കൺകോണു വെട്ടിച്ചു കൊണ്ടെങ്ങു മുടി ചിക്കി നിൽക്കുകയായിരിക്കും. അകലത്തമാനത്തു മഴവില്ലു പൂത്തപ്പോൾ മയിലാട്ടം ചെയ്യുകയായിരിക്കാം. ഇളനീല താരകൾ പൂക്കൾ പറിച്ചു കൊണ്ടിളകിക്കുഴഞ്ഞാടി പോയിരിക്കാം. ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടു വേണമാ കതിരിന്റെ മുത്തൊളി പല്ലു കാണാൻ. താങ്ക് യു. ഓക്കെ മൃദുല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖാണ്. ഇന്ന് മാം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇന്ന് മാം വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ അങ്ങനെയാണ്, നെക്സ്റ്റ് ടൈം മാത്രമേ വരുള്ളൂ. പക്ഷെ ഇന്നത്തെ ക്ലാസ് ആണല്ലോ, ഞാനെന്റെ അവരാണ്. ഇന്നലെ വന്നുകൊണ്ട് നീ ഇങ്ങനെ വന്നില്ലെങ്കിലോ എന്ന് ചോദിച്ചല്ലേ. ഓക്കെ. പിന്നെന്താ, ടെൻസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്, നോക്കിയായിരുന്നോ? നോക്കിയോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? പറയൂ, റെസ്പോണ്ട് ചെയ്യൂ എല്ലാവരും. മാം ഇപ്പൊ ക്ലിയർ ആണ്. ഇനി കുറച്ചു നേരം കഴിയുമ്പം ആ ക്ലാരിറ്റി ഒക്കെ പോകുന്ന ഡൗട്ട് ഉണ്ട്. ടെൻസിന്റെ കാര്യം ആയതുകൊണ്ടാണ്. ക്ലാരിറ്റി പോവാതെ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തതാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, എല്ലാവരും പ്രസന്റ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. പ്രസന്റ് ചെയ്യാൻ നമുക്ക് റെഡി ആണെങ്കിലും അല്ലെങ്കിലും പ്രസന്റ് ചെയ്യണം കേട്ടോ. പഠിക്കണം, പഠിച്ചേ പറ്റൂ. ഓക്കെ, പറയാം. ഇനി ഇത് പറയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആരും ലീവ് ചെയ്ത് പോകണ്ട. കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഞാൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ എനിക്കല്ല. സോ എന്റെ കൂടെ ആക്റ്റീവ് ആയിട്ടിരിക്കുക, കോപ്പറേറ്റ് ചെയ്യുക, നമുക്ക് പ്രസന്റ് ചെയ്യാം. ഓക്കെ. സോ ഫസ്റ്റ് ദീപ്തി മോഹൻ. യെസ് മാം, പറയട്ടെ. പറഞ്ഞോളൂ ദീപ്തി. ദീപ്തിക്ക് എന്താണ് പ്രസന്റ് ടെൻസിനെ, സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് മനസ്സിലായത്? എല്ലാം പറയാം, സ്ട്രക്ചർ ഉൾപ്പെടെ എല്ലാം പറയാം കേട്ടോ. ഒരു ക്ലാസ് എടുക്കുന്ന പോലെ അങ്ങനെ പറഞ്ഞോളൂ. ആസ് എ ടീച്ചർ ആയിട്ട് പറയും. ഓക്കെ മാം. ഇന്നലെ
ഡിസ്കസ് ചെയ്ത പ്രസന്റ് ടെൻസ് അതിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് ചെയ്യുന്നു എന്ന് പറയും. അതില് ഹാബിറ്റ്സ്, റുട്ടീൻസ്, പെർമനന്റ് സിറ്റുവേഷൻ, ഫാക്ട്, യൂണിവേഴ്സൽ, ട്രൂത്ത്സ്, ടൈം ടേബിൾ, ഷെഡ്യൂൾസ് എന്നിവ സിമ്പിൾ പ്രസന്റ് ടെൻസ് പറയുന്നു. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് S+V1 ആണ്. സബ്ജക്റ്റ് I, you, we, they, she, he, it, everybody. അതിൽ പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് I, we, you, they. സിംഗുലർ സബ്ജക്റ്റ് he, she, it, everybody. പ്രസന്റ് ടെൻസിനെ V1 എന്നും പാസ്റ്റ് ടെൻസിനെ V2 എന്നും പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ V3 എന്നും പറയുന്നു. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് ആയിരിക്കണം. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും ആയിരിക്കണം. എക്സാമ്പിൾ റൈറ്റ്സ്, റീഡ് റീഡ്സ്, ഡ്രൈവ് ഡ്രൈവ്സ്. അതിലെ എക്സാമ്പിൾ ദേ പ്ലേ ക്രിക്കറ്റ്, I go to school at 10 AM every morning, I go for a walk every day. മാം ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ? അഞ്ജു പറയൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് ഇല്ലേന്നു. സജിത? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു മാം. ഓക്കെ, നെക്സ്റ്റ് ഇനി ആരാ പറയാ? സജിത എന്താ പറഞ്ഞത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു മാം. കഴിഞ്ഞ 10 days ആയിട്ട് നേരെ ക്ലാസ്സിലേ കയറാറില്ല. ഫാദറിലേക്ക് സുഖമില്ല, ഹോസ്പിറ്റലിലാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാട്ടോ. അപ്പൊ അഞ്ജുവും സരിതയും ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, സരിത. സരിത കേൾക്കുന്നുണ്ടോ? മാം കേൾക്കുന്നുണ്ട്. പറഞ്ഞാലോ? പറഞ്ഞു നോക്കാം. പറഞ്ഞോളൂ. പിള്ളേരുണ്ട് ഇവിടെ, അതാണ് സൗണ്ട്. കുഴപ്പമില്ല, പറഞ്ഞോളൂ കേട്ടോ. സിമ്പിൾ പ്രസന്റ് ടെൻസ് സബ്ജക്റ്റ് പ്ലസ് V1 പറഞ്ഞ വെർബ്. പിന്നെ നോക്കട്ടെ, ഇതൊന്ന് മിഞ്ഞാന്ന് അടച്ചു വെച്ചതാണ്, പിന്നെ തുറന്നിട്ടില്ലേ. അതാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അതാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റില് പ്ലൂറൽ സബ്ജക്റ്റ് ഉണ്ട്, സിംഗുലർ സബ്ജക്റ്റ് ഉണ്ട്. പ്ലൂറൽ സബ്ജക്റ്റ് I, you, we, they. സിംഗുലർ സബ്ജക്റ്റ് he, she, it, everybody. പിന്നെ വെർബ് എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും വെർബാണ്. പിന്നെ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടെൻസ്. അത് ഷോർട്ട് ആയിട്ട് പറയുന്നത് V1, V2, V3. പിന്നെ സിംഗുലർ സബ്ജക്റ്റിനെ
സിംഗുലർ വെർബ് തന്നെ യൂസ് ചെയ്യാം. അതെന്തോ കൈ തട്ടിയതാ തോന്നുന്നു. സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വെർബ് യൂസ് ചെയ്യുക, പ്ലൂറൽ സബ്ജക്റ്റിന് പ്ലൂറൽ വെർബ് യൂസ് ചെയ്യുക. പിന്നെ നോർമലി കാണുന്ന എല്ലാ വെർബുകളും പ്ലൂറൽ ആയിരിക്കും. നമ്മൾ സിംഗുലർ ആക്കിയിട്ട് ആണ് ചെയ്യുക. പിന്നെ എന്താ സെന്റൻസ് പറഞ്ഞ സെന്റൻസുകള് ആക്കിയത് പറയണോ? പിന്നെ ഹി അവൻ എഴുതുന്നു, ഇന്നലെ പറഞ്ഞ എക്സാമ്പിൾസ് തന്നെ. ഹി റൈറ്റ്സ് അവൻ എഴുതുന്നു എന്നുള്ളത്. പിന്നെ ഐ ആവുമ്പോ ഐ റൈറ്റ് എ ലെറ്റർ അല്ലേ. പിന്നെ ഷീ റീഡ്സ് എ ബുക്ക്. ഇതൊക്കെ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെ കേട്ടോ. മനസ്സിലാവുന്നുണ്ട് എനിക്ക്. സരിത ഓക്കെയാണോ? മനസ്സിലായോ? അതുവരെ അറിയാം. പിന്നെ ഇത് ടച്ച് വിട്ടിട്ട് കൊറേ ഇല്ല മിസ്സേ, അതാണ് പഠിക്കണം. കാരണം ടെൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഈ അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് എടുക്കണമെങ്കിൽ ടെൻസ് അറിയാതെ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പിന്നീടും ഇത് ചാപ്റ്റർ കഴിഞ്ഞ് അടുത്ത ചാപ്റ്ററിൽ പോകുമ്പോ ടെൻസ് അറിയില്ലെങ്കിൽ ഞാൻ പിന്നീടും റിട്ടേൺ ബാക്ക് ടു ടെൻസിലേക്ക് വരേണ്ടി വരും. അതുകൊണ്ടാണ് അതെല്ലാവരും പഠിക്കണം. നിത്യ, ഞാൻ ഇന്നലെ പറഞ്ഞതായിരുന്നു. കുഴപ്പമില്ല, പറയണം. ഇന്നലെ നമ്മള് സിമ്പിൾ പ്രസന്റ് ആയിരുന്നു പഠിച്ചത്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന്റെ കൂടെ V1 ചേർക്കുക. V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെർബ്. സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഐ, യു, വി, ഹി, ഷീ, ഇറ്റ്, ദേ ആൻഡ് ഒരെണ്ണൂടെ ഉണ്ട് എവരിബഡി. ഇതൊക്കെ സബ്ജക്റ്റിൻ്റെ അകത്ത് വരും. നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നത് ആരോ അതാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലർ സബ്ജക്റ്റും. പ്ലൂറലിൽ ഐ, യു, വി, ദേ വരും. സിംഗുലറിൽ ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പിന്നെ വെർബ് തന്നെ V1, V2, V3 ഫോംസ് ഉണ്ട്. V1 പ്രസന്റ് ടെൻസ്, V2 പാസ്റ്റ് ടെൻസ്, V3 പാസ്റ്റ് പാർട്ടിസിപ്പിള്. അതിൽ പിന്നെ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് വെർബ് സിംഗുലറും, പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് പ്ലൂറൽ വെർബുമാണ്. ഇത്രയല്ലേ. Okay, and then Naji Fatima. സിമ്പിൾ പ്രസന്റ് ആണ് ഇന്നലെ പഠിച്ചത്. സബ്ജക്റ്റിന്റെ കൂടെ V1 ചേർക്കുമ്പോൾ അതിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ, യു, വി, ദേ, ഷീ, ഹി, ഇറ്റ്, എവരിബഡി. ഒരു പ്രവൃത്തി ആരാണോ ചെയ്യുന്നത് അതാണ് സബ്ജക്റ്റ്. പ്ലൂറൽ സബ്ജക്റ്റും ഉണ്ട്, സിംഗുലർ സബ്ജക്റ്റും ഉണ്ട്. അതില് പ്ലൂറൽ സബ്ജക്റ്റ് ഐ, യു, വി, ദേ. സിംഗുലർ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് ഉപയോഗിക്കുന്നത്. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബുമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വെർബ് 3 തരത്തിലുണ്ട്. V1, V2, V3. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പിന്നെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഐ ഗോ ടു സ്കൂൾ അറ്റ് 10 AM എവറി ഡേ മോർണിംഗ്. ഐ ഗോ ഫോർ വാക്ക് എവറി ഡേ. സൺറൈസ് ഇൻ ദ ഈസ്റ്റ്. Okay, then Mridula. ഞാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് അത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. സിംഗുലർ ആണ് സബ്ജക്റ്റ് എങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർക്കാം. പ്ലൂറൽ ആണ് സബ്ജക്റ്റ് എങ്കിൽ ആ എസ് ഒന്നും വേണ്ട, വെറുതെ പ്ലെയിൻ ആയിട്ട് തന്നെ എഴുതാം. അതായത് പ്ലൂറലിന് എക്സാമ്പിൾ ദേ പ്ലേ ക്രിക്കറ്റ്, ഐ ഗോ ടു ദി പാർക്ക്.
എന്ന് സിമ്പിൾ ആയിട്ട് തന്നെ എഴുതുക. അവിടെ എസ് വേണ്ട. സിംഗുലർ ആണെങ്കിൽ ഹി പ്ലേസ് ക്രിക്കറ്റ്, ക്യാറ്റ് ഡ്രിങ്ക് മിൽക്ക്. കാരണം ക്യാറ്റും ഹീയും ഒക്കെ അവിടെ സിംഗുലർ ആണ്. അതുകൊണ്ട് ഡ്രിങ്ക്സ് എന്നും പ്ലേസ് എന്നും ആഡ് ചെയ്തിട്ട് എസ് ചേർത്തിടുക. അത്രേ ഉള്ളൂ മാം. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഓക്കെ. നിഹാൽ ആൻഡ് വാട്ട് പ്രൊഫൈൽ നെയിം. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഒരു പ്രവൃത്തി ചെയ്യുന്നതാരാണ്, അതാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റിന്റെ കൂടെ V1 ചേർക്കണം. യു വി ദേ കൂടെ V1 യു വി ദേ ഹി ഷീ ഇറ്റ് എവരിബഡി, ഇതാണ് സബ്ജക്റ്റ്. പ്ലൂറൽ രണ്ട് തരം സബ്ജക്റ്റ് ഉണ്ട്, പ്ലൂറലും ഉണ്ട് സിംഗുലറും ഉണ്ട്. പ്ലൂറലിനോട് യു വി ദേ ആണ് പ്ലൂറലിന്റെ കൂടെ ചേർക്കുന്നത്. സിംഗുലർ ആകുമ്പോൾ ഹി ഷീ ഇറ്റ് എവരിബഡി. വെർബ് 3 ഫോംസ് ആണ്, പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിള്. റൂൾ എന്ന് പറഞ്ഞാൽ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ റൈറ്റ് എന്നതിനെ പ്ലൂറൽ വെർബാക്കാന് റൈറ്റ്സ് ചേർക്കണം. റീഡ് എന്നതിന് കൂടെ റീഡ്സ്, ഡ്രൈവ് എന്നുകൊണ്ട് ഡ്രൈവ്സ് വെച്ച് ചേർക്കണം. പിന്നെ വേറെ എക്സാമ്പിള്, ഐ ഗോ ടു സ്കൂൾ എവറി മോർണിംഗ് അറ്റ് 10 AM. രണ്ട് തരത്തിൽ നമുക്ക് എഴുതാം. എവറി മോർണിംഗ് ഐ ഗോ ടു സ്കൂൾ അറ്റ് 10 AM. വേറൊരു എക്സാമ്പിൾ, ഐ ഗോ ഫോർ വാക്ക് എവറി ഡേ തുടങ്ങിയാണ് എക്സാമ്പിൾ. ഓക്കെ. അപ്പൊ ഏകദേശം കുറച്ച് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. സിമ്പിൾ പ്രസന്റ് എങ്ങനെയാണ്, എവിടെയൊക്കെയാണ്, നമ്മൾ ഏത് കാര്യങ്ങൾ പറയുമ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഡെയിലി നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മൾ രാവിലെ എണീറ്റു രാത്രി കിടക്കുന്നവരെ നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അതൊക്കെ പറയാനും നമുക്ക് നമ്മുടെ ഈ ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതറിയാലോ നിങ്ങൾക്ക്. യൂസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റോ? ഹാബിറ്റ്സ്, റൊട്ടീൻസ് ഒക്കെ പറയാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാണ്, അറിയാം. സോ നിങ്ങൾ രാവിലെ എണീറ്റ് വൈകിട്ട് കിടക്കുന്ന വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണോ അത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്നത്, വളരെ ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന എന്തുവാണ്. ഓക്കെ, അതെല്ലാം നിങ്ങൾ എഴുതാം, നോട്ട്ബുക്കിൽ എഴുതാം. അതായത് ഐ wake up early in the morning, I brush my teeth and I go to I prepare my breakfast. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും അത് കറക്റ്റ് ആയിട്ട് ഒരു നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ഡെയിലിയിലേക്ക് എഴുതില്ലേ, അപ്പൊ അതേപോലെ നിങ്ങൾ ഇംഗ്ലീഷില് നോട്ട്ബുക്കില് ഓരോരുത്തരും എഴുതുക. കുറച്ചാവരുത്. ഓക്കെ, ഒരു 5 or 6 സെന്റൻസിൽ ഒതുക്കാൻ പാടില്ല. ഈ ടെൻസ് യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ പറ്റും. അതെല്ലാം ഇപ്പോ ശരിയാ നോട്ട്ബുക്കിൽ എഴുതാം. മലയാളത്തിൽ എഴുതിയിട്ട് വേണമെങ്കിൽ ഇംഗ്ലീഷിലേക്ക് എഴുതാം. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ആദ്യം മലയാളത്തിൽ വേണമെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതാം, എന്നിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. 1:30 വരെയും സമയമുണ്ട്. ഇപ്പോ 1 o'clock ആയിട്ടില്ല, ഒരു 1:15 അല്ലെങ്കിൽ 1:20 വരെ സമയമുണ്ട്. അതിൽ എഴുതി നിൽക്കാം. ഓക്കെ, ഓക്കെ ആണോ? എല്ലാവരും ചെയ്യണം, പറയണം. ടെക്സ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഓരോരുത്തരും വായിച്ചാൽ മതി. എഴുതി കഴിയുമ്പോൾ എന്നോട് പറയാം. ഓക്കെ, ഓരോരുത്തരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. എല്ലാവരും കഴിഞ്ഞ ശേഷം മാത്രമേ ഞാൻ പറയിപ്പിക്കുള്ളൂ. കാരണം എന്താണ്, അല്ലെങ്കിൽ ആ പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് വേറെ നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. ഓക്കെ, ഓക്കെ ആണോ? ടെൻസ് ഇങ്ങനെയൊക്കെയാണ് പഠിക്കുക. അത് മസ്റ്റ് ആണ്, അറിയണം കാര്യങ്ങളാണ്. മിസ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യണ കാര്യങ്ങളാണോ? നമ്മൾ ഡെയിലി എന്തൊക്കെയാ ചെയ്യാറ്, ഡെയിലി ചെയ്യുന്ന റൊട്ടീൻസ്, ഹാബിറ്റ്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതെല്ലാം നിങ്ങൾക്ക് എഴുതാം. ഫാസ്റ്റ് ആയിട്ട് പറയുന്ന ഒന്നും എഴുതണ്ട. ഓക്കെ, റൊട്ടീൻ ആണ്, ഹാബിറ്റ്സ് ആണ്, ഒരു സ്കെഡ്യൂൾ ആണ്. ഇതൊക്കെ നമുക്ക് നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് വെച്ച് എഴുതാവുന്നതാണ്. അതൊക്കെ എഴുതും, തെറ്റിയാലും കുഴപ്പമില്ല കേട്ടോ. മിസ്റ്റേക്സ് വന്നാലും കുഴപ്പമില്ല, ഞാനത് കറക്റ്റ് ചെയ്ത് തരാം. ഓക്കെ, എഴുതും, അറിയാവുന്ന രീതിയിലൊക്കെ എഴുതും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ അല്ലേ? റെസ്പോണ്ട് ചെയ്യൂ. റെസ്പോൺസ് ഇല്ലല്ലോ. എന്താ എഴുതാൻ മടിയാണോ? മടി പറഞ്ഞിട്ട് കാര്യമില്ല, പഠിക്കണ്ടേ? എഴുതൂ, എല്ലാവരും എഴുതാ. കഴിയുമ്പോ എന്നോട് പറയാം. ഓക്കെ, തെറ്റിയാലും കുഴപ്പമില്ല കേട്ടോ. തെറ്റും, അത് ഉറപ്പാണ്. മിസ്റ്റേക്സ് എന്തായാലും വരും, വന്നോട്ടെ. പക്ഷെ നിങ്ങൾ എഴുതും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. 1:15 വരെ ടൈം ഉണ്ട് കേട്ടാ. 1:15 ആകുമ്പോ ഞാൻ വരും, ചോദിക്കും, പറയണം.
അതിനു മുൻപ് ഓരോരുത്തരായിട്ട് ലീവ് ചെയ്യേണ്ട. ലീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കില്ലെന്നേ ഉള്ളൂ. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാനിപ്പോ ഒരാളാണെങ്കിൽ പോലും ക്ലാസ് എടുക്കും. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. എഴുതുന്നുണ്ടോ എല്ലാവരും? എഴുതാണോ? ഓൺലൈൻ ആയതുകൊണ്ട് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റൂ. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ. യാ ഓക്കെ സരിത, ഇറ്റ്സ് ഓക്കെ കേട്ടോ, കുഴപ്പമില്ല. ബാക്കി എല്ലാവരും എഴുതുന്നുണ്ട്, എഴുതിക്കോട്ടെ. എന്തായാലും സരിത നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും ചെയ്യണം കേട്ടോ, ചെയ്യാതിരിക്കരുത്. ഓക്കെ ഓക്കെ ഓക്കെ. യാ.
ഓക്കെ, ആഡ് ചെയ്ത് കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണോ? കഴിഞ്ഞു മാം. കഴിഞ്ഞു. ഓക്കെ, വേറെ ആരെയും കഴിഞ്ഞോ? ഇല്ല. കഴിഞ്ഞവര് ടെക്സ്റ്റ് ചെയ്യൂട്ടോ, പറയാതെ എനിക്ക് അറിയാൻ പറ്റില്ലേ. നിത്യ എങ്ങനെയുണ്ട്? വായിച്ചോട്ടെന്ന് തോന്നുന്നു. അത് മാം വായിക്കും, കേൾക്കുമ്പോ മനസ്സിലാവും. സിമ്പിൾ ഒക്കെ ഉദ്ദേശിച്ച് എഴുതിയേക്കണേ, പക്ഷെ അതിന്റെ അകത്ത് ഗ്രാമർ എന്താണെന്നറിയില്ല. ആ, കുഴപ്പമില്ല, നല്ല എഴുതിയല്ലോ. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഗൂഗിളിൽ റെഫർ ചെയ്യാൻ പാടില്ല കേട്ടോ. ട്രാൻസ്ലേഷൻ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അത് കേൾക്കുമ്പോ മാമിന് മനസ്സിലാവും ഞങ്ങൾ ഗൂഗിളിലാണ്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ ചെയ്താലും എനിക്കത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും. ഓക്കെ, നിത്യയുടെ കഴിഞ്ഞു. നിത്യ ഇപ്പോ പറയിക്കുന്നില്ല ഞാൻ, കാരണം നിത്യ പറയുമ്പോ കുറച്ച് ഐഡിയ അവർക്ക് കിട്ടും. ഇപ്പൊ പിടിക്കാൻ. എന്റെ പൊട്ടത്തായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരുടെ കഴിയട്ടെ കേട്ടോ, എന്നിട്ട് വായിക്കാം. കഴിഞ്ഞവര് ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ, അല്ലാതെ എനിക്ക് അറിയാൻ പറ്റില്ലേ. കഴിഞ്ഞെങ്കില് കഴിഞ്ഞു, ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് ചെയ്യാം. കുറച്ച് സ്റ്റുഡൻസ് അല്ലേ ഉള്ളൂ, പെട്ടെന്ന് കഴിയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വായിക്കാം. ചുമ്മാ ഞാൻ ക്യാമറ ഓൺ ചെയ്തിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓഫ് ചെയ്യുന്നത്. വെറുതെ എന്റെ അഭിപ്രായം പോലെ നിങ്ങൾ കാണണല്ലോ അല്ലെ. അപ്പോ കഴിയുമ്പോ ടെക്സ്റ്റ് ചെയ്യാം. മൃദുല കഴിഞ്ഞു, നിത്യ കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ, എല്ലാരും കഴിയട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഓക്കെ, കഴിഞ്ഞോ? വായിക്കാം നമുക്ക്. നിത്യ സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. Okay, ma'am. I wake up at 6 o'clock on weekdays. Last mistake പറഞ്ഞാൽ മതി മാം. I brush my teeth and wash my face. Then I drink 1 glass of water. Then I prepare breakfast and lunch. My favorite breakfast is idli with sambar. My son goes to school at 9 o'clock. After bath, I had my breakfast at 9:30 a.m. I spend my day doing different activities like record writing, frameworks, chart work, etc. Around 1:40 p.m., I had my lunch. At 4:30 p.m., I had 1 glass black coffee. At 6:30 p.m., I will light a lamp and pray to God. I had my dinner at 8:30 p.m. I go to bed at 11 p.m. ഇത്ര എഴുതിയുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. ഒരുപാട് മിസ്റ്റേക്സ് ഒന്നും ഇല്ലല്ലോ, കൊള്ളാം. പക്ഷെ ഇത് എഴുതിയിട്ട് എനിക്ക് എവിടേക്കോ കുറെ മിസ്റ്റേക്ക് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. അത് ഞാൻ മിസ്സിനോട് പറഞ്ഞ് ലാസ്റ്റ് പറയണമെന്ന്. ഇല്ല, അങ്ങനെ മിസ്റ്റേക്സ് ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ തോന്നിയെങ്കിൽ അവിടെ ഇരിക്കട്ടെ. എഴുതിയ നോട്ട്ബുക്കിലില്ലേ, അവിടെ പിന്നീട് ഒരുവിധം ടെൻസ് എല്ലാം പഠിച്ചതിന് ശേഷം നിത്യ ഒന്നുകൂടെ ഒന്ന് വായിച്ചു. അപ്പൊ നിത്യക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെ ഇംപ്രവൈസ് ചെയ്യാം എന്ന് മനസ്സിലാവും. മൃദുല. ഇഷ്ടം പോലെ തെറ്റിപ്പോ ഞാൻ തരാം. I wake up early in the morning. I brush my teeth every day. After that, I make breakfast. My daughter name is Agni. She likes ice cream very much. My husband is an engineer. He goes to work at 9:30 a.m. I have a dog. She gives security for us. After the cleaning and vessel washing, I spend some time with my daughter. She runs here and there in the hall. When my husband returns to home, we watch a movie every day. അത്രേ ഉള്ളൂ. ഓക്കെ, വളരെ ശ്രദ്ധിച്ചാണ് മൃദുല എഴുതിയത്. അതെ അതെ, നല്ലപോലെ ശ്രദ്ധിച്ചാണ്. നല്ലോണം ശ്രദ്ധിച്ചു, എനിക്ക് മനസ്സിലായി. ഓക്കെ, മിസ്റ്റേക്സ് പറയാൻ അത്ര പെരുത്തില്ല, അങ്ങനെ അത്രയും മിസ്റ്റേക്സ് ഒന്നും പറയാനില്ല. ഓക്കെ, നെക്സ്റ്റ് നിഹാൽ. നിഹാൽ എന്ന പേരെന്താണ് ചോദിക്കുന്നത്? പേര് സൽമ. എന്തോ? സൽമ. സൽമ. ഓക്കെ, പറഞ്ഞോളൂ. I wake up early in the morning and then I brush my teeth. I pray for God. I drink water every morning. I cook for breakfast. Then I ate breakfast. Then I clean my house and wash clothes. And then I prepare lunch. I make fish curry and fish fry. Also prepare thoran. Then I go for bath and pray for God. Then I ate lunch. Sometimes I relax 30 minutes and then I make tea and snacks for children. Then I fold clothes and I go for prayer time. After I go for Tarawad, spend little times, and then my son came back after tuition and then he take a bath and then he drinks tea and then we pray for God. Then he go for study and after 8 o'clock we ate dinner and after 9 o'clock we go for sleep. ഓക്കെ, സൽമ വായിച്ചതിൽ മിസ്റ്റേക്സ് എന്നൊക്കെ തോന്നിയോ? മൃദുല ആൻഡ് നിത്യ തോന്നിയോ? നമ്മൾ പറയുന്നതൊക്കെ തന്നെ ശരിയാണോന്ന് അറിയില്ല, അതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല എവിടെയും. നമ്മൾ തന്നെ ഏറ്റവും താഴെയാണ്, പിന്നെ എല്ലാം ഐ വെച്ചാണ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നി. കുറച്ച് പിന്നെ കുറച്ച് സ്ഥലങ്ങളില് സബ്ജക്റ്റും വെർബും ഒന്ന് ചെക്ക് ചെയ്യും കേട്ടോ. ഓക്കെ, ടോട്ടൽ വന്നെടുത്ത് സിംഗുലർ സബ്ജക്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഐ ഡ്രിങ്ക്സ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഐ ഡ്രിങ്ക്സ് ഫസ്റ്റ് ഇല്ല, ബ്രിങ്സ് ഇല്ല. പിന്നെ ഐയുടെ കൂടെ എന്താ പറഞ്ഞേ? I drinks.
ഡ്രിങ്ക്സ് ആണോ? ഡ്രിങ്ക്സ് ആണ്. ഡ്രിങ്ക്സ് അല്ല കേട്ടോ, ഡ്രിങ്ക് ആണ്. Then he goes ആണ് വരാ, not go. സിംഗുലർ വന്നവർക്കൊക്കെ നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് ആണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആണോ കേട്ടോ സലമ? ഓക്കെ ആണ്, കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഈ ചെറിയ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല, ഗ്രാമറിന്റെ അത് ഹെവി മിസ്റ്റേക്ക് ആണ്. കുറച്ചുകൂടെ ശ്രദ്ധിച്ചു ഒന്നുകൂടെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നജീ ഫാത്തിമ. ഞാൻ എഴുതിയത് ഫുള്ള് തെറ്റാണ്. എനിക്ക് ഞാന് ഫുള്ള് തെറ്റാ എഴുതിയിട്ട് ഒന്നും എനിക്ക് തന്നെ മനസ്സിലാവണില്ല എന്താണ് എഴുതി. വായിക്കൂ, കേക്കട്ടെ, നോക്കാം നമുക്ക്. ഇന്ന് പഠിച്ചതൊന്നും അതിന് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ എന്തൊക്കെ എഴുതി. I wake up in the morning 5:30, prepare breakfast, feed children, then dropping school to children, and then I had breakfast, then prepared lunch, then attend class. I had lunch, some time rest, children back to home at 3:30. The children refreshed, then had tea, then study, had dinner. ഒരുപാട് ഹാഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഹാഡ് പാസ്റ്റ് ടെൻസ് ആണ്, ഞാൻ പാസ്റ്റ് ടെൻസ് പഠിപ്പിച്ചിട്ടേ ഇല്ല. ഓക്കെ, എന്നാലും കുഴപ്പമൊന്നുമില്ല. എഴുതിയല്ലോ, അതാണ് നിങ്ങൾ എഴുതുന്നുണ്ട്, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ട്, മിസ്റ്റേക്സ് ഉണ്ട്, നിങ്ങൾക്ക് റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. അതൊക്കെ തന്നെ ഏറ്റവും നല്ലൊരു സൈൻ ആണ് കേട്ടോ. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങി എന്നുള്ള ഏറ്റവും ഒരു നല്ലൊരു സൈൻ ആണ്. സോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, തെറ്റാണ് മിസ്റ്റേക്സ് എന്ന് മാത്രമേ നമ്മൾ പഠിക്കൂ. ഒരു മിസ്റ്റേക്ക് നമ്മൾ എഴുതി അത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ആ മിസ്റ്റേക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ല. ശരിയല്ലേ? അതുപോലെ നജീ ഫാത്തിമ, മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാലും മിസ്റ്റേക്സ് ഉണ്ട്, അതങ്ങനെ തന്നെ നിൽക്കട്ടെ, ഇപ്പൊ കറക്റ്റ് ചെയ്യണ്ട. ഓക്കെ, ദീപ്തി. ദീപ്തി മോഹൻ. വായിക്കട്ടെ? വായിച്ചോളൂ. I wake up early in the morning, wash my face and went to the kitchen. First, I made coffee and drink it. I had breakfast in the morning. At 8:30, I brushed my teeth and gave breakfast to my son, and I ate it. At 9 o'clock, I went to wash clothes. After that, I prepared lunch. I ate rice and sambar curry. At 2 p.m., slept. At 3:30, I cleaned the house. At 4:30, I made tea. I bathed my son and I took a bath at 30. I lit a lamp and prayed. At 7 o'clock, I watched TV. At 8 o'clock, I had dinner. At 9 o'clock, I washed the dishes and went to bed by 10:30 p.m. എന്തെങ്കിലും തെറ്റുണ്ടോ മിസ്റ്റേ? തെറ്റുണ്ടോ എന്നൊക്കെ പറയാം. പറയാലോ, തെറ്റ് വരും, എന്തായാലും വരുമല്ലോ. അഞ്ചു കഴിക്കോ? I wake up at 7 o'clock in the morning. After my fresh, I ate my breakfast. Sometimes I read some books and ate my lunch at 10:30. I will rest after lunch, and my tea time is 4:30. Sometimes I spend my Montessori work, and I will go to bed at 10:30 p.m. Okay, Anju. Then Malavika. Malavika, കേൾക്കുന്നുണ്ടോ?
I wake up at 6 o'clock in the morning. Then I do my daily routine. I ate breakfast at 9 o'clock in the morning. Then I washed my clothes and attended the funeral programs. At 12:30, I joined our class. Okay. Then Sajida. ഓക്കെ, ഒരു കാര്യം ചെയ്യൂട്ടോ, നിങ്ങളുടെ ഏരിയ നിങ്ങൾക്ക് നോട്ട്ബുക്കിലുണ്ടല്ലോ, ഇപ്പൊ കറക്റ്റ് ചെയ്യണ്ട. കുറെയൊക്കെ നമ്മൾ ടെൻസ് എല്ലാം പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. ആ ടൈമിൽ നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യും, ഞാൻ കറക്റ്റ് ചെയ്ത് തരേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സൈൻ ഔട്ട് പറയും കേട്ടോ. ഹായ് മാം, സൈൻ ഔട്ട് പറയാണ്. മാം, ഈ ടെൻസസിന് മുമ്പ് പഠിച്ചതിലൊക്കെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഫുള്ള് കവർ ചെയ്യാനാണ് എല്ലാവരും ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ മാം ഒരു ടെൻസിന് വേണ്ടി തന്നെ ഈ 2 ക്ലാസ് യൂട്ടിലൈസ് ചെയ്യുന്നതിന്റെ ഒരു ഇത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം എനിക്ക് തന്നെ ഇപ്പൊ ഒരു കോൺഫിഡന്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കിത് പറ്റും, എനിക്ക് പഠിക്കാൻ പറ്റും, എനിക്ക് എഴുതാൻ പറ്റും എന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. താങ്ക് യു മാം, താങ്ക് യു ഫോർ ദാറ്റ്. അതിന് വളരെ നന്ദിയുണ്ട്. എന്താ പറയാ, എത്ര ശ്രമിച്ചിട്ട് ഇത് പഠിക്കാൻ കഴിയുന്നില്ലായിരുന്നു, ഒട്ടും പറ്റിയിട്ടില്ല. ഒരു ടെൻസ് പോലും മര്യാദയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ എന്നും ഞാൻ പുറകിലായിരുന്നു. എങ്ങനെയും ബൈഹാർട്ട് ചെയ്ത് A+ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്നല്ലാതെ അതിലൊരു കാര്യം ഉണ്ടായിട്ടില്ല. വെറുതെ എന്തൊക്കെയോ പറയും, എവിടെയെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ഇന്റർവ്യൂവിനൊക്കെ ഭയങ്കര ബോൾഡാണ്. അത് ആ ബോൾഡ്നെസ് കാണിച്ച് ഞാൻ എസ്കേപ്പ് ആവുകയാണ്. എപ്പോഴും സെലക്ഷൻ ഒക്കെ കിട്ടും. ആ ഒരു ഇന്റർവ്യൂവിന് പറഞ്ഞിട്ടുള്ള കാര്യം മാത്രമേ എനിക്ക് അറിയുണ്ടാവും. പക്ഷെ അവിടെ ചെന്ന് ക്ലാസ്സിലേക്ക് കയറി കഴിഞ്ഞതിന് ശേഷം ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ആ സ്പോക്കണിൽ ഞാൻ വളരെ വീക്കാണ്. അപ്പോൾ അത് നമ്മളെ നല്ലപോലെ ബാധിക്കും. ഈ ഒരു ഇംഗ്ലീഷ് ക്ലാസ് കൊണ്ട് ഇനിയുള്ള മോണ്ടിസറി ക്ലാസ്സസിൽ പോകുമ്പോൾ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അത്രയും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ് ടെൻസ്. അതുകൊണ്ടാണ് മാക്സിമം നിങ്ങൾ എന്നോട് കോപ്പറേറ്റ് ചെയ്യാൻ, നമുക്ക് നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ, സോ താങ്ക് യു ഓൾ. സീ യു നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. താങ്ക് യു. Thank you.